ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് എയർപോർട്ടിലോട്ടാണ് കേട്ടോ. സാധാരണ എയർപോർട്ടിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഗൈസ്. എയർപോർട്ടിൽ വരുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പോകുമ്പം എനിക്ക് അങ്ങോട്ട് പോകുന്നത് ഇത്ര വലിയ സന്തോഷമുള്ള കാര്യമില്ല ഗൈസ്. അങ്ങനെ ഇതെൻ്റെ വീട്ടുകാരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോവുകയാണ് ഗൈസ്. ഈ കാണുന്ന റോഡ് കേട്ടോ ഗൈസ്, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ 2 പേരും കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ പോകാൻ വേണ്ടി. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത് ഇപ്രാവശ്യം കേട്ടോ. അപ്പോൾ നമ്മൾ തീരുമാനിച്ചെടുത്ത ലീവാണ്. പക്ഷെ അവരൊക്കെ സെയിം അവർ മതി നമുക്ക് വീട്ടിൽ നിന്ന് എയർപോർട്ടിലെങ്കിലും അവർ ലേറ്റാണ് ഇറങ്ങുന്നത് ഗൈസ്. എന്ന് വെച്ചാൽ നമ്മുടെ റോഡ് ഭയങ്കര മുഷ്കിലാണ് ഗൈസ്, ഭയങ്കര പാട് പിടിച്ച ഒരു റോഡാണ്. ഇപ്പോൾ ഈ കണ്ട റോഡ് അടിമാലി ടു നേരിമംഗലമുള്ള റോഡാണ് കേട്ടോ. ഭയങ്കര പണി നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ഭയങ്കര വൃത്തികെട്ട വഴിയാണ് ഗൈസ്. നമുക്ക് ഒരുപാട് ടൈം എടുക്കും പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന വഴിക്ക് നമ്മൾ അടിമാലി കഴിഞ്ഞപ്പോൾ തന്നെ പെട്രോളൊക്കെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കയറിയത് എന്തെങ്കിലും ജ്യൂസോ മറ്റോ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്ഷീണമാണ് നമുക്ക്. എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് പുറത്തുനിന്ന് കഴിക്കാം, എന്ത് പുറത്തുനിന്ന് കുടിക്കാം എന്നൊരു ഇതിലാണ് നമ്മൾ ഇറങ്ങുന്നത് തന്നെ. അങ്ങനെ നമ്മൾ വാട്ടർമെലൺ ജ്യൂസും പിന്നെ ലൈമും കുടിച്ച് ഗൈസ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇതാണ് നേരിമംഗലം പാലം ഗൈസ്. ഞാൻ ഇങ്ങോട്ട് വന്ന എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് നേരിമംഗലം പാലം. അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഗൈസ്. അങ്ങോട്ട് ഈ പാലം കയറി അങ്ങ് പോകുമ്പം നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇങ്ങോട്ട് വരുമ്പോൾ അതില്ല ഗൈസ്. ഇപ്പം നമ്മളിരിക്കുന്നത് സവിതയിലാണ് കേട്ടോ. എവിടെയാ അപ്പം ഞാനും ആളും അവലൂട്ടനും കഴിച്ചത് ബിരിയാണിയാണ് കേട്ടോ. അമ്മയും അച്ഛയും കഴിച്ചത് ചോറാണ്. അവർക്ക് അപ്പം കഴിക്കാൻ തന്നത് ചോറാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ടോ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോയത് നമ്മൾ മലയാറ്റൂർ പള്ളിയിലോട്ടാണ് കേട്ടോ. കാരണം നമുക്ക് അവിടെ ചെന്നപ്പം ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം ഞാൻ പോയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു ഗൈസ്. നമ്മൾ അപ്പോഴും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മളൊരു വഴിക്കോട്ട് ഇറങ്ങുന്നത് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് എന്നാൽ പിന്നെ ചായ കുടിച്ചേക്കാം, ലൈറ്റായിട്ട് എന്തെങ്കിലും കൂടെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ കയറാമെന്നൊരിതിൽ നമ്മൾ അവിടുത്തെ ഒരു കടയിൽ കയറി. ഈ കടയിലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും കയറിയിട്ടുണ്ട് ഗൈസ്. ഇവിടുത്തെ ചായയും എന്തെങ്കിലും ജ്യൂസൊക്കെ അടിപൊളിയാണ്. അപ്പം നമ്മൾ ഇവിടെ എത്തിയ ടൈമിൽ തന്നെ റിസോ എൻ്റെ കൂടെ പോകാനുള്ളതാണ് കേട്ടോ. അവളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുമിച്ച് എയർപോർട്ടിലെത്തി കേട്ടോ. അപ്പം നമ്മൾ ബാഗിൻ്റെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റത്തെ ബൈ പറച്ചിലൊക്കെയാണ് ഗൈസ്. ഇതാണ് മനീഷയും മനീഷയുടെ വീട്ടുകാർ കേട്ടോ. അമ്മയും അനീത്തിയാണ്. ഇത് റിസോയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, റിസോയും റിസോയുടെ വീട്ടുകാരാണ് കേട്ടോ. അങ്ങനെ അവസാനം കയറാനുള്ള ടൈമായി ഗൈസ്. എനിക്ക് ആലോചിച്ചിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം ഉണ്ടായ വിഷമത്തെക്കാളും ഭയങ്കര 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 കൂടുതലായിരുന്നു ഗൈസ് ഇപ്രാവശ്യം എൻ്റെ വീട്ടുകാർ കരയുന്നതിനേക്കാളും കൂടുതൽ ഞാനായിട്ടായിരുന്നു കരയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അവരെ മൈൻഡ് ചെയ്യാതെ എല്ലാം പോട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ഗോ വിത്ത് ദി ഫ്ലോ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു ഇതിൽ ഞാൻ പോരുമായിരുന്നു ഗൈസ്. ഒരുപാട് ഞാൻ കരഞ്ഞു, പക്ഷേ അത്ര കരഞ്ഞില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അവിടെ എയർപോർട്ടിൽ എത്തിയപ്പോൾ തൊട്ട് കരച്ചിലായിരുന്നു ഗൈസ്. അങ്ങനെ കരഞ്ഞ് എല്ലാവരോടും ബൈ പറഞ്ഞ് അങ്ങനെ നമ്മൾ അകത്തോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ പോകുന്നു ഗൈസ്. വീണ്ടും ഒരു വെക്കേഷന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ അവരെ കണ്ടിട്ട് അങ്ങനെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു പ്രവാസിയായിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു വിഷമം മനസ്സിലാവും. നമുക്കത് എന്തോരം എക്സ്പ്ലെയിൻ ചെയ്താലും അതിനെപ്പറ്റി നമുക്ക് വാക്കുകൾ തികയാതെ വരും. അങ്ങനെ നമ്മളെല്ലാവർക്കും ബൈ പറഞ്ഞ് അകത്തോട്ട് പോയി ഗൈസ്. ടാറ്റാ. അങ്ങനെ നമ്മൾ അകത്തെത്തി കേട്ടോ. ഇപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ റിസോനെ കസ്റ്റംസുകാർ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അവളുടെ മെയിൻ ബാഗേജിൽ അവൾ പവർ ബാങ്ക് വെച്ച് മറന്നു ഗൈസ്. അപ്പം അവരത് എടുപ്പിക്കാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ തിരിച്ചു വന്നു ഗൈസ്. ഇപ്പോഴാണ് അവളുടെ ബാഗിൽ സെക്യൂരിറ്റി ചെക്കിന് ഹാൻഡ് ക്യാരിയിലെല്ലാം കിട്ടിയെന്നൊക്കെ ഇപ്പോഴാണ് പുള്ളിക്കാർ ചെക്ക് ചെയ്യുന്നത്. പാവം ഇച്ചിരി ടെൻഷനായി പോയിട്ടോ. അപ്പം നിങ്ങളിങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും നിങ്ങളുടെ മെയിൻ ബാഗേജിൽ വെക്കാതിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ടെൻഷൻ അടിക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയി ഗൈസ്. അപ്പോൾ ഓരോ ഗേറ്റായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം മനീഷ നമ്മുടെ കൂടെ ടിക്കറ്റ് എടുത്തത് അവൾ സീറ്റ് വേറെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ആദ്യം പോയി. അതിന് പിന്നാലെ നമ്മളും പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാനും റിസോയും നമ്മൾ അടുത്തടുത്ത സീറ്റാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരുമിച്ചാണ് പോകുന്നത്. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർമ്മയുള്ളതുകൊണ്ടാണ് ഞാൻ റിസോനോട് പറഞ്ഞിട്ട് സൈഡ് സീറ്റ് ഇല്ലെങ്കിലും ഓക്കെയാണ്, എനിക്ക് നിൻ്റെ അടുത്ത് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരുമിച്ച് ബുക്ക് ചെയ്തത്. കാരണം ഭയങ്കര ഒരു വിഷമമായി, ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങി ഉയരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാവും. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു വിഷമം വരില്ല. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്ത് നമ്മൾ ഒരുമിച്ച് പോകുന്നത്. ഇത് ഞാനൊരു വ്ളോഗായിട്ട് എടുക്കാൻ വേണ്ടി തന്നെ കാരണം നമ്മുടെ മൈൻഡ് കുറച്ച് ഡൈവേർട്ട് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അത്രയും ആ ഒരു പോകുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ ഓർക്കാതിരിക്കും. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഗൈസ്. എൻ്റെ വീട്ടുകാർ നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതും ഈ പൊങ്ങുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വിസിറ്റേഴ്സ് ഗാലറി ഉണ്ടല്ലോ, അപ്പം അവിടെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. മനീഷ ഇവിടെ നമ്മുടെ അടുത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഫ്ലൈറ്റിൽ ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും തിരക്ക് കുറവായിരുന്നു, ആകെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത സീറ്റൊക്കെ വേക്കൻ്റ് ആയിരുന്നു. അതുകൊണ്ട് അവളും നമ്മുടെ അടുത്ത് വന്നിരുന്നു കേട്ടോ. അപ്പം ഇത് ഞാൻ വീഡിയോ കോൾ വിളിക്കുന്നത് അമലൂട്ടനെയും അച്ഛനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യാണ് വിസിറ്റേഴ്സ് ഗാലറിയിൽ. അവരെൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ഫ്ലൈറ്റ് കിടക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ എന്തോ ഉണ്ട്, അപ്പം ഇത് പൊങ്ങുമ്പം നീ റൈറ്റ് സൈഡിൽ നോക്കിക്കോ, ഞങ്ങൾ അവിടെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ബാക്കി എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടുകാർ വീട്ടിൽ പോയി, എൻ്റെ വീട്ടുകാർ അവിടെ ഇരിക്കുക. അപ്പോൾ ഇത് പൊങ്ങുന്ന സമയത്ത് അവർ ആ പറഞ്ഞ ആ ഒരു റൈറ്റ് സൈഡിൽ ആ ലൈറ്റിൽ നോക്കിയാണ് ഞാൻ ഇരിക്കുന്നത്. കുറേ ലൈറ്റ് അവിടെ കാണുന്നുണ്ടെങ്കിലും അവരെവിടെ ഏതെങ്കിലും ഒരു ലൈറ്റ് വെട്ടത്തിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ പൊങ്ങുമ്പം ഞാൻ ആ ഒരു ലൈറ്റാണ് ഗൈസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ലൈറ്റ് പയ്യെ നമ്മുടെ അടുത്തു നിന്നും കണ്ണിൽ നിന്ന് മാറുന്നത് നമുക്ക് ഭയങ്കര വിഷമത്തോടെ നമ്മളിങ്ങനെ കണ്ടിരിക്കും ഗൈസ്. അതാണ് ഞാൻ നോക്കിയിട്ട് ഈ ഫ്ലൈറ്റ് എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പിന്നെ നമുക്ക് മെസ്സേജില്ല, കോളില്ല, ആ ഒരു ഭയങ്കര വിഷമമാണ് ഗൈസ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങുമ്പോൾ നമുക്ക് അവരോട് ബൈ പറഞ്ഞിറങ്ങിയതിനേക്കാളും സിവിയർ പെയിൻ ആയിരിക്കും ഉള്ളിൽ. അങ്ങനെ ഒരു കരച്ചിൽ കഴിഞ്ഞിട്ട് ഇരിക്കുന്നതാണ് ഗൈസ് ഞാൻ. ഈ കരച്ചിലിന് കാരണം എന്താണെന്നറിയോ? ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങിക്കഴിയുമ്പം ഫുള്ളായിട്ട് മേഘം വന്ന് നമ്മുടെ കണ്ണിന് ആ ഒരു കാഴ്ച ഫുള്ള് മങ്ങിക്കളയും. അപ്പോൾ ഫുള്ള് മേഘമാകുമ്പോൾ നമുക്കൊരു ഉള്ളിൽ നിന്നൊരു സാധനം വരും ഗൈസ്. അത് കാരണമാണ് ഈ കരഞ്ഞോണ്ടിരിക്കുന്നത്. എൻ്റെ കൺമശിയൊക്കെ പോയി ഗൈസ്. സൗദിയിൽ തിരക്ക് കുറവായതുകൊണ്ടാണെന്നറിയില്ല, നമുക്ക് ചെന്നപ്പോൾ തന്നെ നമുക്ക് ഹെഡ്സെറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ ഏത് സിനിമ കാണാമെന്ന് സിനിമ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹലോ മമ്മി നമുക്ക് കാണാൻ തീരുമാനിച്ച് ഞാനും റിസോയും അങ്ങനെ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമുക്ക് ഫുഡ് വന്നു കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഒരു ബിരിയാണിയും സാലഡും ഒരു സ്വീറ്റും ഒക്കെ ആയിട്ട്. സ്വീറ്റിന് പക്ഷേ എങ്കിൽ ചെറുതായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ചുമമരുന്നിൻ്റെ ഒരു ചുവയുണ്ടായിരുന്നു, ഒരു പച്ച ചുമ സിറപ്പില്ലേ അതിൻ്റെ. അതുകൊണ്ട് അത് ഞാൻ റിസോയ്ക്ക് കൊടുത്തു. റിസോയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ആ ഒരു സിനിമ കണ്ടു തീർന്നപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ടൈം ആയ പോലെ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടേക്കും എത്തിയതുപോലൊരു സാധനമുണ്ട്. നമ്മളാകെ ഒരു സിനിമയാണ് കണ്ടുള്ളൂ, പക്ഷേ എങ്കിൽ പെട്ടെന്ന് നമുക്ക് റിയാദിലെത്തിയ പോലെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പോഴാണ് അറിയുന്നത് റിയാദ് എത്താറായി. ഈ സാധനമൊക്കെ ഞാൻ തൊപ്പിയൊക്കെ വെച്ച് ഉറങ്ങാണ്ടിരിക്കുമ്പോഴാണ് ലാൻഡിങ്ങിൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ നമ്മൾ അറിയുന്നത്. നമ്മൾ വിചാരിച്ച് ഇനി ഒരുപാടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ പോവായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ റിയാദ് എത്തി കേട്ടോ. ഇതാണ് റിയാദിൽ എത്തുന്നതിന് മുന്നേ ലാൻഡിങ്ങിന് മുന്നേ ഉള്ള വ്യൂ കേട്ടോ. നമ്മൾ നാട്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവും കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം വരും. അതിവിടെ ലാൻഡ് ചെയ്യുമ്പോൾ ഇല്ല ഗൈസ്. നമുക്ക് നമ്മുടെ നാടല്ലല്ലോ എന്നൊരു സാധനം വരും. ഇനിയിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യണമല്ലോ, ഇനി ഇന്ന് നാട്ടിൽ പോകുന്നൊരു സാധനമൊക്കെ നമുക്ക് ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ തോന്നും കേട്ടോ. കാരണം ഇവിടുത്തെ ആൾക്കാർ വേറെ, ലാംഗ്വേജ് വേറെ, എല്ലാം നമുക്ക് ആ ഒരു നിമിഷം ഭയങ്കരമായിട്ട് ഓർമ്മ വരും. പിന്നെ നമ്മൾ 3 പേരുള്ളത് കാരണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. പിന്നെ നമ്മൾ റൂമിലാണല്ലോ, ഒരുമിച്ചാണല്ലോ, ഇവരുണ്ടല്ലോ എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ നമ്മുടെ ബാഗേജൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പം നമ്മളതെല്ലാം എടുത്തിട്ട് നമുക്ക് തന്നെ ട്രാവലിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കുറേ ഡിലേ ആയിട്ടാണ് വന്നത്, പക്ഷെ അവരുമായിട്ട് നമ്മളങ്ങനെ ഹോസ്റ്റലിലെത്തി. ഇതേ അനുചേച്ചിക്ക് നമ്മളെ കണ്ടപ്പം അനുചേച്ചി ഉറങ്ങുമായിരുന്നില്ല. നമ്മൾ ചെന്ന ഒരു മണി 1:30 ആയിട്ടോ. ആ സമയത്തും ചേച്ചി അവിടെ എണീറ്റ് ഭയങ്കര സന്തോഷമായിട്ടോ. 1:55 ഇവിടെ ഗൈസ്. അപ്പോഴാണ് നമ്മളവിടെ വീട്ടിലെത്തിയത്. അപ്പം നിവ്യയും വന്നിട്ടുണ്ടായിരുന്നു, അവളും ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം വർത്തമാനം പറയുകയാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.